ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ടാറ്റ സിയറ EV ആണ്. ഇന്നലെ ഞാനിത് കോയമ്പത്തൂരുള്ള കോസ്റ്റ് റേസ് ട്രാക്കിൽ ഓടിച്ചു, അതുപോലെ തന്നെ കുറച്ച് ഓഫ് റോഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഐ എം ഡ്രൈവിംഗ് ഇറ്റ് ഇൻ എ പ്ലേസ് വേർ ഇറ്റ്സ് ഈവൻ മോർ ഇംപ്രസീവ്. നമ്മൾ ഊട്ടിയിലേക്കുള്ള കോത്തഗിരി റോഡാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രൈവിംഗ് റോഡ്സ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ കൺട്രി. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡൈനാമിക്സ് ഒക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും ഒപ്പം കുറേ ഫണ്ണും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർ റോഡാണ്. ആൻഡ് മോർ ദാൻ ദ ഡൈനാമിക്സ് ഓഫ് ദ കാർ, ഐ എം ഇംപ്രസ്ഡ് വിത്ത് ദ പവർ. നമുക്ക് ഈ ഒരു 350 BHP അടുത്ത് പവറുള്ള ഒരു ക്രെറ്റ സൈസ്ഡ് കാറാണ് നമുക്കൊരു 20-25 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന് മുമ്പ് നമുക്ക് സിയറ EV എന്താണെന്നുള്ളതും ഇതിനെ ഐസ് മോഡലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. വൺസ് അഗെയിൻ വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് സിയറ EV എന്താണെന്നുള്ളത് നോക്കാം, എന്തൊക്കെയാണ് എക്സ്റ്റീരിയർ ഡിഫറൻസുകൾ എന്നുള്ളത് നോക്കാം. യു ഹാവ് എ ഡിഫറെൻറ്റ് ഫ്രണ്ട് ആൻഡ് സ്റ്റൈലിംഗ്. ഇതായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ സ്റ്റൈലിംഗ് നമ്മൾ സിയറ ഐസ് ഓടിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ബ്ലാക്ക് വലിയൊരു റെക്ടാങ്കുലർ ഭാഗം അത് അവർ ഒറിജിനൽ സിയറയായിട്ട് സിമിലാരിറ്റി തോന്നാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ദാറ്റ് കാർ വാസ് നെവർ മെൻ ടു ഹാവ് ദാറ്റ്. ആ ഒരു ഫ്രണ്ടും ബാക്കും തമ്മിലൊരു ബന്ധമില്ലായക നമുക്ക് തോന്നുമായിരുന്നു ആ ഒരു വണ്ടിയിൽ. വേറെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും തമ്മിൽ വളരെ കോൺഫിഡൻസ് ഉണ്ട്, സിമിലർ സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് ആണ്. യു ഹാവ് എ തിൻ ലൈറ്റ് ബാർ അറ്റ് ദ ഫ്രണ്ട്, അതിൻ്റെ താഴെ ഒരു ബോഡി കളർഡ് ബിറ്റ് വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ഹെഡ് ലാമ്പ്സ് ഒക്കെ താഴത്തെ ബമ്പറിൻ്റെ ഒരു ബ്ലാക്ക് അപ്ലീക്കിൻ്റെ ഉള്ളിലാണ്. കുറച്ചുകൂടി കാണുമ്പോൾ ഒരു മിനിമലിസ്റ്റ് ലുക്കാണ്. ഹെഡ് ലാമ്പ്സിൻ്റെ പൊസിഷനും അതുപോലെ താഴെയുള്ള ഫോഗ് ലാമ്പ്സിൻ്റെ പൊസിഷനൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ആ ഒരു ബ്ലാക്ക് അപ്ലീക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അത് സെപ്പറേറ്റഡ് എലമെൻറ്റ്സ് ആണെന്നുള്ളതും സിയറ പെട്രോളിലുള്ള സെയിം സാധനങ്ങളാണെന്നുള്ളതൊക്കെ. ഗ്രില്ലിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. മുകളിലെ അപ്പർ റേഡിയേറ്റർ ഗ്രില്ലിൻ്റെ ആ ഒരു ഭാഗം ഇതിൽ മാറിയിട്ടുണ്ട്. EV ആയതുകൊണ്ട് ഒബ്വിയസ്ലി യു ഡോണ്ട് നീഡ് ദാറ്റ്. അതർ ദാൻ ദാറ്റ് ഐ തിങ്ക് EVയിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സൈഡിലേക്ക് വന്നാലും സെയിം അലോയ് വീൽസ് ആണ്. യൂഷ്വലി നമ്മൾ ടാറ്റയ്ക്ക് EVക്ക് വേണ്ടിയിട്ട് വേറെ വീൽസ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സിയറയിൽ ദേ ഹാവ് ഇൻ ഗോൺ ഫോർ ദാറ്റ് സെയിം 19-inch വീൽസ് തന്നെയാണ്. ആ ഒരു ക്രിസ് ക്രോസ് ആയിട്ടൊരു പ്ലസ് പോലത്തെ ഒരു പാറ്റേണിലുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ദർ ആർ നോ ഡിഫറൻസസ്. സിയറ EV എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്, അതുപോലെ സൈഡിലാണെങ്കിലും ആ ഒരു EV എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ടെന്നല്ലാണ്ട് വേറെ പുറത്തുനിന്ന് വലിയ ഡിഫറൻസുകളൊന്നും നമുക്ക് തോന്നുന്നില്ല. ബാക്കിൽ നിന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ അതർ ദാൻ ദ നമ്പർ പ്ലേറ്റ് ഐ ഡോണ്ട് തിങ്ക് വലിയൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാവും എന്നുള്ളത്. മേജർ ഡിഫറൻസ് വന്നേക്കുന്നത് പുതിയ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഋഷികേശ് റാപ്പിഡ്സ് ആയാലും അതുപോലെ തന്നെ നൈനിറ്റാൽ നൊക്ടേൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹാരിയർ EVയിൽ കണ്ട ആ ഒരു കളറും ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ഐ തിങ്ക് സഫാരിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മെറ്റാലിക് ഗ്രീനൊക്കെ ആയിട്ട് വളരെ സിമിലാരിറ്റി ഉള്ളൊരു കളറാണ്. പക്ഷേ ഇറ്റ് വർക്ക്സ്. ഈ ഒരു EVയുടെ ഒരു ഡിഫറൻസിയേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് യു ഹാവ് ദ നോർമൽ കളേഴ്സ്. നമ്മുടെ ബ്രൈറ്റ് യെല്ലോവും റെഡും ഒക്കെ നമുക്ക് ഇതിൽ കിട്ടും. ആകെ മൂന്നാർ മിസ്റ്റ് മാത്രമാണ് ഈ ഒരു EVയിൽ ഇല്ലാത്തൊരു കളറ്. ഉള്ളിലേക്ക് വരികയാണെങ്കിലും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. യു ഗെറ്റ് ദ സെയിം ഡാഷ്ബോർഡ്, സിമിലർ ലേ ഔട്ട് ഒക്കെ തന്നെയാണ്. ബട്ടൺസ് ആർ ഓൾ ദ സെയിം. ഇവിടെ ഈ ഒരു ടച്ച് പാനലിൽ ചാർജിങ് ഗൺ പിടിക്കാനുള്ള ആ ഒരു ഐക്കണൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു 3 സ്ക്രീനുകളുടെ ആ ഒരു 12.3 ഇഞ്ച് സ്ക്രീനുകളുടെ ഒരു സമ്മേളനമാണ് നമ്മൾ കാണുന്നത്. ഡാഷ്ബോർഡിന് ആ ഒരു മൾട്ടിപ്പിൾ ലെയേർഡ് ആയിട്ടുള്ള ആ ഒരു ഫീല് നമ്മൾ സിയറയുടെ റിവ്യൂലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അധികം കാര്യമായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ പോലത്തെ കുറച്ച് സർഫസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്റ്റാർട്ട് ബട്ടണൊക്കെ ഇരിക്കുന്നതൊക്കെ ഈ ഒരു പാനലിലാണ്. അതിൻ്റെ താഴെ യു ഹാവ് ദ ഡ്രൈവ് മോഡ് സെലക്ടർ, ടെറൈൻ മോഡ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ വന്നേക്കുന്നത് നമുക്കൊരു ബൂസ്റ്റ് മോഡും അങ്ങനെ ഇലക്ട്രിക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ഫംഗ്ഷൻസ് ആണ്. സ്റ്റിയറിംഗ് ഒക്കെ നമ്മുടെ ഹാരിയറിലും സഫാരിയിലും എല്ലാ വണ്ടിയിലും നമ്മൾ കണ്ടേക്കുന്ന ആ സ്റ്റിയറിംഗ് വീലൊക്കെ തന്നെയാണ്. ഔട്ടർ സർഫസ് യു ഹാവ് എ ഡിഫറെൻറ്റ് ഡാർക്കർ കളർ. സീറ്റ്സിൻ്റെ അപ്ഹോൾസ്ട്രിയിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ദിസ് ഗെറ്റ്സ് എ ഡ്യുവൽ ടോൺ. ഇവിടെ മുകളിലൊരു ഗ്രേ കളറിലുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് കൺസോളും ഇതിൻ്റെ ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജർ, ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഉണ്ട്. ഫ്രണ്ട് സീറ്റ്സ് ആർ റിയലി കംഫർട്ടബിൾ. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴും യു ഗെറ്റ് എ കമാൻഡിങ് വ്യൂ ഓഫ് ദ റോഡ്. ഫ്രണ്ടിലത്തെ എഡ്ജസ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് ഐ സോർട്ട് ഓഫ് ലൈക്ക് ദ സൈസ് ഓഫ് ദ സിയറ. കാരണം ക്രെറ്റ, സെൽറ്റോസ് ആ വണ്ടികളിൽ നിന്ന് കുറച്ചും കൂടി വലിപ്പമുണ്ട്. എന്നാൽ ഹാരിയറിൻ്റെ അത്രയും വലിപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി മാനേജബിൾ ആണ് വെൻ യു ആർ ഡ്രൈവിംഗ് ഇൻസൈഡ് ദ സിറ്റി ഓർ ഇതുപോലെ തന്നെ ആരോ റോഡ്സിലൊക്കെ എത്തുമ്പോഴും നമുക്ക് പ്ലേസ് ചെയ്യാനൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സൈസാണ്. ബാക്കിലേക്കൊക്കെയുള്ള വിസിബിലിറ്റി ഒക്കെ വളരെ നല്ലതാണ്. യു ഗെറ്റ് ദീസ് ബിഗ് വിങ് മിറേഴ്സ്. അപ്പോൾ കാരണം ദാറ്റ് ഈസ് റിയലി ഗുഡ്. ബാക്കിലത്തെ ഗ്ലാസ്സിലേക്കുള്ള വിസിബിലിറ്റിയും ഇറ്റ്സ് ടോട്ടലി ഗ്രേറ്റ്. ബാക്ക് സീറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മുടെ ഐസ് വേർഷൻസിനെ വെച്ച് നോക്കുമ്പോൾ. ബാക്ക് സീറ്റിലെ ഫ്ലോർ ഒരു ഇത്തിരി ഹൈറ്റ്, ഒരു 1/4 ഇഞ്ചോളം ഹൈറ്റ് കൂടിയിട്ടുണ്ട്. സോ ദാറ്റ് ഗീവ്സ് യു എ സ്ലൈറ്റ്ലി റേസ്ഡ് ഫ്ലോർ. പക്ഷേ എന്നാലും ഫ്ലാറ്റ് ഫ്ലോർ ആണ്. അണ്ടർ സപ്പോർട്ടൊക്കെ സ്റ്റിൽ ഡീസെൻറ്റ്, നോട്ട് ഗ്രേറ്റ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ബാക്ക് സീറ്റ് അത്യാവശ്യം നല്ലതാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഐ തിങ്ക് ഹാരിയറിനേലും സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിരിക്കുന്ന സമയത്ത്. ദാറ്റ് ഫീൽസ് റിയലി ഗുഡ്. കാരണം കുറച്ചും കൂടിയും ലോവർ സെഗ്മെൻറ്റ് വണ്ടിക്ക് കുറേ കൂടിയും ഏറിയ ആയിട്ട് തോന്നുന്ന പോലത്തെ ഒരു ക്യാബിനാണ് ഈ ഒരു വണ്ടിയിൽ. യു ഗെറ്റ് ദിസ് ഹ്യൂജ് പാനറാമിക് ഗ്ലാസ്. അത് തുടങ്ങുന്ന പോയിന്റ് കുറച്ച് ബാക്കിലേക്കാണ്. കാരണം ഡ്രൈവർക്ക് ആ ഒരു എയറി ഫീലിംഗ് അധികം കിട്ടില്ല. പക്ഷേ ബാക്ക് സീറ്റിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഇറ്റ്സ് റിയലി യൂസ്ഫുൾ.
അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ യു ഗെറ്റ് AC വെൻസ്. ഇവിടെ ഈ ഒരു കൺസോളിൻ്റെ ബാക്കിൽ AC വെൻസ് ഉണ്ട്. അതുപോലെ സൈഡിൽ ബ്ലൈൻഡ്സ് ഒക്കെ ഉണ്ട്. ബൂട്ട് ഈസ് ഓൾസോ ലാർജ്. നമുക്കൊരു 620 ലിറ്റർ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഐ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സാണ്. ഇവിടെ ഒരു വലിയൊരു സൗണ്ട് ബാർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 12 സ്പീക്കർ സിസ്റ്റമാണ്. JBL ബ്ലാക്ക് എന്നാണ് അവർ ഇതിനെ ലേബിൾ ചെയ്തേക്കുന്നത്. സൗണ്ട്സ് ഡീസൻ. കുറേയധികം സൗണ്ട് മോഡ്സും കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 540 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. യൂഷ്വൽ 360ക്ക് പുറമെ നമുക്ക് താഴെ കൂടി കാണിക്കുന്ന പോലെ ഫ്രണ്ടിലത്തെ ക്യാമറ സ്കാൻ ചെയ്യുന്നതനുസരിച്ചിട്ട് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ക്യാമറ സിസ്റ്റം അതും കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിലൊരു ഡ്രൈവർ പേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. വേർ യു ക്യാൻ പേ ഫോർ സംതിങ്. നമ്മളൊരു കോഫിയൊക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വാലറ്റിൽ നിന്ന് അതിന് കാശൊക്കെ കൊടുക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. കർവിലെ പോലെയല്ല, 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സാധാരണ കോഫിയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് എവിടെ വയ്ക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പല ഡാറ്റയിലുള്ള പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ആ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൽ ആ ഒരു ഹോക്കി പക്ക് പോലത്തെ ആ ഒരു കീ ടാറ്റ കൊടുത്തിട്ടുണ്ട്. വിച്ച് യു ക്യാൻ യൂസ് ടു സമ്മൺ ദ കാർ. നമ്മൾ പാർക്ക് ചെയ്ത് കൊടുത്തുനിന്നൊക്കെ ഫ്രണ്ടിലേക്കൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. പലപ്പോഴും അത് വർക്ക് ചെയ്യില്ല, മര്യാദയ്ക്ക് ഉദ്ദേശിച്ച സമയത്തൊന്നും അത് പെയർ ആവില്ല. അതൊക്കെയാണ് അതിൻ്റെ ശല്യങ്ങൾ. ബട്ട് ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ ദിസ് കാർ. ഓക്കെ, നമുക്ക് പവർ ട്രെയിനിലേക്ക് വരാം. ആൻഡ് ആസ് യൂഷ്വൽ ഐ വുഡ് ലൈക്ക് ടു ഗീക്ക് ഔട്ട് എ ലിറ്റിൽ ബിറ്റ്. നമുക്ക് 2 ബാറ്ററി പാക്കാണ് വരുന്നത്. 75 kWh 63 kWh LFP ബാറ്ററികളാണ്. പ്രിസ്മാറ്റിക് സെൽസ് ആണ്. അൺലൈക്ക് ഇപ്പോൾ ഒരു കർവിലാണെങ്കിൽ 45 kWh ബാറ്ററി പാക്ക് സിലിണ്ടറിക്കൽ സെൽസും 55 kWh പ്രിസ്മാറ്റിക് സെൽസും ആണ്. പക്ഷേ ഇതിൽ രണ്ടും പ്രിസ്മാറ്റിക് സെൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവർ പറയുന്നത് 141 Wh/kg ആണ്. അതായത് വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. അത്യാവശ്യം നല്ല ഒരു എനർജി ഡെൻസിറ്റിയാണ് നമ്മൾ ആലോചിക്കുമ്പോൾ. ഒരു ഇൻട്രസ്റ്റിംഗ് ബിറ്റ് എന്ന് പറയുന്നത് അധികം ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല. 63 kWh ബാറ്ററി പാക്ക് ഉള്ള വേർഷന് 75 kWh ബാറ്ററി പാക്ക് ഉള്ള വേർഷനിലും പവർ കൂടുതലാണ്. അതായത് ലോവർ ട്രിം ഉള്ള വേർഷനാണ് റിയർ വീൽ ഡ്രൈവുകളിൽ തമ്മിൽ പവർ കൂടുതൽ. 75 kWh ബാറ്ററി പാക്ക് ഉള്ള വേർഷന് 209 bhp ഉള്ളൂ. വേറെ 63 kWh ബാറ്ററി ഉള്ള വേർഷന് 239 bhp കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു 29 bhp നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് വില കുറഞ്ഞ വണ്ടിയിൽ, ബാറ്ററി പാക്ക് സൈസിന് കുറവുള്ള വണ്ടിയിൽ. ക്വാഡ് വീൽ ഡ്രൈവ് വേർഷൻ 75ലാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ദ ബിഗർ മോട്ടർ. 239 bhp ഉള്ള റിയർ മോട്ടറും 140 bhp ഉള്ള ഫ്രണ്ട് മോട്ടറുമാണ്. ബാക്കിലത്തെ മോട്ടർ ഷാഫ്ലറാണ് ഉണ്ടാക്കുന്നത്. ഫ്രണ്ടിലത്തത് ടാക്കോ പ്രസ്റ്റോലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബാക്കിലത്തെ മോട്ടറിന് 96.5% എഫിഷ്യൻസിയും ഫ്രണ്ടിലത്തെ മോട്ടറിന് 92% എഫിഷ്യൻസിയാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ മോട്ടർ RPM ബാക്കിൽ 16,000 വരെ മാക്സിമം സ്പിൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ 14,000 RPM വരെ പോകുന്നുള്ളൂ. രണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടറാണ്, ഡിഫറെൻറ്റ് പവർ ട്രെയിൻ നീഡ്സിന് വേണ്ടിയിട്ട് കോസ്റ്റ് അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ബാറ്ററി പാക്ക് നമുക്ക് 75 kWh ഒക്ടേൽ എന്ന് പറയുന്ന ബാറ്ററിയും 63 kWh ടാറ്റയുടെ തന്നെ ഗോഷൻ എന്ന് പറയുന്ന ആ ഒരു സപ്ലയറുമാണ്. മോട്ടോർ കൺട്രോളറൊക്കെ വാല്യൂ ആണ്. അവരുടെ ആ ഒരു 3-in-1 യൂണിറ്റ് ആണ് അവർ സപ്ലൈ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബോഷിൻ്റെയാണ് ഇവർ VCUം അതുപോലെ തന്നെ IV ബാഗ് യൂണിറ്റ്സ് ഒക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഹൈ വോൾട്ടേജ് ലൈൻസും അതിൻ്റെ ഹാർനസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വേഴ്സിജൻ്റ് ആണ്. അതുപോലെ തന്നെ AC കംപ്രസറൊക്കെ സാൻഡൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. യൂഷ്വലി ബാക്കിലത്തെ മോട്ടറാണ് നമ്മൾ കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഫ്രണ്ടിലത്തെ മോട്ടറും കൂടിയും കട്ടിങ് ചെയ്യും. ആവശ്യത്തിനുള്ള പവർ വന്നിട്ട് അത് ആ ഒരു ടോർക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പൈൻ ഹോഴ്സ് പവർ കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഐ എം ഗെസ്സിങ് അറൌണ്ട് 350 bhpയുടെ അടുത്താണ്. ഹാരിയറിന് നമുക്ക് 390 bhp ആണെന്ന് അറിയാം. സോ ദിസ് ഹാസ് ബീൻ സ്ലൈറ്റ്ലി ഡീട്യൂൺ. നമുക്കൊരു 40 bhp കുറവാണ് ഈ ഒരു വണ്ടിയിൽ. പക്ഷേ 0 to 100 ടൈം ഈസ് മച്ച് ബെറ്റർ. കാരണം ഒരു 200-250 കിലോളം വെയിറ്റ് വ്യത്യാസമുണ്ട് ഹാരിയറായിട്ട്. സോ ദിസ് ഡസ് 0 to 100 in 5.8 seconds. ഹാരിയർ 6.3 seconds ആണ് എടുക്കുന്നത്. സോ ടാറ്റ പറയുന്നത് ദിസ് ഈസ് ദ ക്വിക്കസ്റ്റ് ആക്സിലറേറ്റിംഗ് ഇന്ത്യൻ കാർ എന്നാണ്. ടാറ്റ ഓൾസോ മേക്സ് ദ സ്ലോവസ്റ്റ് ആക്സിലറേറ്റിംഗ് ഇന്ത്യൻ കാർ. നമ്മുടെ സിയറയിൽ തന്നെ രണ്ടും അവൈലബിൾ ആണെന്നുള്ളതാണ്. യു ഹാവ് ദ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ. 17-18 സെക്കൻഡ് കണ്ട് കൊടുക്കും 0 to 100 എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് യു ഹാവ് ദിസ് കാർ വിച്ച് ഡസ് ഇറ്റ് ഇൻ 5.8 seconds. ക്ലെയിംഡ് റേഞ്ച് 665 കിലോമീറ്റർ ആണ് 75 kWh ബാറ്ററി പാക്കിന്. അതേപോലെ 565 കിലോമീറ്റർ ആണ് 63 kWh ബാറ്ററി പാക്കിന്. ഇത് രണ്ടും ക്ലെയിംഡ് ഫിഗേഴ്സ് ആണ്. പക്ഷേ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള C75 ഡാറ്റയും കൂടി അവർ പറയുന്നത് 510 to 530 കിലോമീറ്റേഴ്സ് ആണ് വലിയ ബാറ്ററി പാക്കിന് നമുക്ക് കിട്ടുന്ന റേഞ്ച്. അതേപോലെ തന്നെ 440 to 460 കിലോമീറ്റേഴ്സ് ആണ് ചെറിയ 63 kWh ബാറ്ററി പാക്കിന് കിട്ടുന്നത്, വിച്ച് ഈസ് സ്റ്റിൽ ഗുഡ്. ഫാസ്റ്റ് ചാർജിങ്ങും കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 120 kW മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ എന്നാലും ഒരു 20 to 80% ബാറ്ററിയൊക്കെ നമുക്കൊരു 26 മിനിറ്റ് കൊണ്ടൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് ടാറ്റ പറയുന്നത്, വിച്ച് ഈസ് സ്റ്റിൽ ഫാസ്റ്റ് ഇനഫ്. നമുക്കൊരു 250 കിലോമീറ്റർ റേഞ്ചൊക്കെ നമുക്കൊരു 50 മിനിറ്റ് കൊണ്ടൊക്കെ ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് നോട്ട് ബാഡ്.
ബാക്കിലത്തെ മോട്ടറിന് 340 ന്യൂട്ടൺ മീറ്റേഴ്സും ഫ്രണ്ടിലത്തെ മോട്ടറിന് 164 ന്യൂട്ടൺ മീറ്റേഴ്സുമാണ് ടോർക്ക്. കമ്പൈൻ ടോർക്ക് ഏകദേശം 500 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവും. അതോടൊപ്പം വീൽ ടോർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 4922 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ അടുത്ത് വീൽ ടോർക്ക് ഉണ്ട്, വിച്ച് ഈസ് എ ഹ്യൂജ് നമ്പർ വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ അത് ഗിയറിങ്ങും ബാക്കി ഫാക്ടേഴ്സൊക്കെ കാരണം വരുന്നതാണ്. ആൻഡ് ഈ ഒരു ടോർക്ക് ഫിഗേഴ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റ ഹാരിയർ EVയിൽ കണ്ട പോലെ തന്നെ സെയിം പരസ്യം തന്നെയാണ് ഇതിൽ ഉണ്ടാക്കിയേക്കുന്നത്. സെയിം തീമാണ്, സെയിം ആംഗിൾസ് ആണ്, സെയിം സ്റ്റോറി ലൈനൊക്കെയാണ്. ഒട്ടും ഇമാജിനേഷൻ ഇല്ലാത്ത പോലെയാണ്. ഇവിടെ ആനപ്പാറയാണെങ്കിൽ അവിടെ സാൻഡ് ഡ്യൂൺ ആണ്, ഇവിടെ ഡോക്ടർ ഫഹദ് ആണെങ്കിൽ അവിടെ വേറെ ഏതോ ഒരു ആളാണ്. അതേപോലെ തന്നെ സെയിം ഡയലോഗും സെയിം ഡയലോഗ് ഡെലിവറി ഒക്കെ തന്നെയാണ്. എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. മാറ്റി ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാനുള്ള ഒരു പാത മാത്രമേ ഉള്ളൂ, അതിലെ എങ്ങനെ വണ്ടി പോകും. ടാറ്റയ്ക്ക് കുറച്ചും കൂടിയും ഇമാജിനേറ്റീവ് ആയിട്ടുള്ളൊരു ടീമിനെ വേണം ശരിക്കും പറഞ്ഞാൽ പരസ്യം ചെയ്യാനായിട്ട്. നമ്മൾ ഒറിജിനൽ സീറയുടെ ആഡ് കണ്ടാണ് പ്രോങ്കോൻ്റെ ആഡ് അതുപോലെ എടുത്ത് അടിച്ചു മാറ്റിയിട്ട് കൊടുത്തു. പണ്ട് വലിയ ആഡുകളൊക്കെ ഉണ്ടാക്കിയിരുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം ഇവരുടെ മാർക്കറ്റിംഗ് ടീം ഇതൊക്കെ കണ്ട് അപ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. മാർക്കറ്റിംഗ് ടീം മോശമാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഇല്ല എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഞാൻ ഈ ഡ്രൈവ് ഫിനിഷ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ബ്രേക്ക് ബയാസ് കംപ്ലീറ്റ് ആയിട്ട് റിയറിലേക്ക് മാറി. ആൻഡ് ഇറ്റ് വാസ് റിയലി സ്കെയറി ടു ഡ്രൈവ്. അതുപോലെ തന്നെ വൈപ്പർ ആണെങ്കിലാ ഈ ഒരു സിറ്റുവേഷനിൽ കോലുകളിയും തുടങ്ങി. ഐ റിയലി വാണ്ടഡ് ടു ലൈക്ക് ദിസ് കാർ, പക്ഷേ ദീസ് തിങ്സ് ഓൾവേസ് കീപ് ഹാപ്പനിങ് ടു ബി. അപ്പോൾ നമ്മൾ ചെറിയൊരു ടൗണിലെത്തിയിട്ടുണ്ട്. സിറ്റിയിലൊക്കെ ഓടിച്ചിറക്കാൻ വളരെ നല്ല വണ്ടിയാണ്. ഇറ്റ്സ് വെരി ഡ്രൈവബിൾ. നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ കാലിബ്രേഷനൊക്കെ വലിയ കുഴപ്പം തോന്നില്ല. ചെറിയൊരു നെഗറ്റീവ് ഉള്ളത് ചിലപ്പോൾ ഒരു സ്ലോപ്പൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് മോട്ടറിന് ആ ഒരു ടോർക്കിൽ ഹോൾഡ് ചെയ്യാൻ അറിയില്ല. സോ ഇറ്റ് വിൽ റോൾ ബാക്ക് സ്ലൈറ്റ്ലി. അതൊരു ഇത്തിരി അനോയിങ് ആണ്. ടേക്സ് എ ലിറ്റിൽ ഗെറ്റിംഗ് യൂസ് ടു. സാധാരണ യൂറോപ്യൻ ഇലക്ട്രിക് കാർസ് ഒക്കെ ആണെങ്കിലും മോട്ടർ ഒരു ടോർക്ക് കൊടുത്തിട്ട് നിർത്തും. ടാറ്റ പറയുന്നത് അതൊരു ഇനെഫിഷ്യൻ വേ ആണ്, അതിൻ്റെ ആവശ്യമില്ല. 2 ഡിഗ്രിയുടെ മുകളിലുള്ള ഒരു ഇൻക്ലൈനിൽ മാത്രമേ അവർ ആ ടോർക്കിൽ ഹോൾഡ് ചെയ്യുള്ളൂ. സോ ഇനീഷ്യലി ഒരു ചെറിയൊരു സ്ലോപ്പൊക്കെ കയറുന്ന സമയത്തൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് റോൾ ചെയ്യണ പോലെ തോന്നും. എസ്പെഷ്യലി നമ്മൾ ആ ഒരു ബ്രേക്കിൽ നിന്ന് ആക്സിലേറ്ററിലേക്ക് മാറുന്ന സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യും. അത് വേണമെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓട്ടോ ഹോൾഡ് പോലത്തെ ഒരു ഫീച്ചർ കൊടുക്കാനുള്ളതും ഇല്ല. കാരണം പലപ്പോഴും ആ ബ്രേക്സ് ആക്ടിവേറ്റ് ചെയ്യണത് കുറച്ച് ജഡറി ആയിട്ട് തോന്നും. എഫിഷ്യൻസി പറയാനാണെങ്കിൽ നമ്മളൊരു സൂക്ഷിച്ച് ഓടിക്കുമ്പോഴൊക്കെ ഒരു 125 to 130 വാട്ട് അവർ പെർ കിലോമീറ്റർ ഒക്കെയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലെവൽ റോഡ്സിലൊക്കെ. അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ കിലോമീറ്റർ പെർ കിലോ വാട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 7.5 to 8 അടുത്തൊക്കെ കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് ബാഡ്. നമുക്ക് സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയിൽ മനസ്സിലാക്കേണ്ടത്. മോർ ദാൻ ദ റേഞ്ച് എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നിയത് പെർഫോമൻസ് ആണ്. ദിസ് ഹാസ് അബൌട്ട് 350 bhp. ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 20-25 lakhs ഇത്രയും പെർഫോമൻസ് നമുക്കൊരു വണ്ടിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ദാറ്റ്സ് ദ ഗുഡ് ടൈംസ് വി ലിവ് ഇൻ. ഇപ്പോൾ ഒരു ഹോഴ്സ് പവർ റേസ് ആണ്. കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 100-150 bhp ഒക്കെ മതി ഒരു ഇലക്ട്രിക് കാറിനെന്ന് വിചാരിച്ചിരുന്ന പോയിന്റിൽ മഹീന്ദ്ര അവരുടെ B6ഉം XCV9 ഇറക്കുന്നു 276 bhp. അപ്പോൾ ടാറ്റയ്ക്ക് ഒട്ടും മോശമാക്കാൻ പറ്റില്ല. സോ ദേ ഗേവ് ഓൾ വീൽ ഡ്രൈവ് ആൻഡ് 380 bhp നമുക്ക് ഹാരിയറിൽ. ആൻഡ് ഇപ്പോൾ ഈ ഒരു വണ്ടി വന്നപ്പോഴത്തേക്കും 0 to 100 ടൈം അതിനേലും ഇമ്പ്രൂവ് ചെയ്തു. ഹാഫ് എ സെക്കൻഡ് ഫാസ്റ്റർ ആണ്. ബിക്കോസ് ഇറ്റ്സ് ലൈറ്റർ, ഒരു 200-250 kilos ലൈറ്റർ ആണ്. ഇനി ഇവിടുന്ന് അടുത്ത വണ്ടികൾ വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് അവിനിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 450 bhp എങ്കിലും വേണം ഒന്ന് പറയണം എന്നുണ്ടെങ്കിൽ. ആൻഡ് മഹീന്ദ്ര വിൽ ഒബ്വിയസ്ലി ഡു സംതിങ് ലൈക്ക് എ 500 bhp കാർ. മഹീന്ദ്ര XUV 500 ഇറക്കിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് 500 bhp അവരുടെ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് പണ്ടത്തെ പോലെ എക്സ്ട്രാ സിലിണ്ടേഴ്സോ അല്ലെങ്കിൽ ടർബോ അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഉള്ള മോട്ടറിൻ്റെ അകത്തുള്ള ചെമ്പ് കമ്പിയുടെ എണ്ണം ഒത്തിരി കൂട്ടിയാൽ മതി. 100 ഹോഴ്സ് പവർ ഒക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെർഫോമൻസ് നല്ല അഡിക്റ്റീവാണ്. അവർ ലോ എൻഡ് ഒരു ഇത്തിരി കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നൊരു സഡൻ പവർ വന്നു കഴിഞ്ഞാൽ പലർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വെച്ചിട്ട് പ്രോഗ്രസീവായിട്ട് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയിലൊക്കെ കൊടുത്തേക്കുന്നത്. ത്രോട്ടിൽ മാപ്പിംഗ് ഒക്കെ അങ്ങനെയാണ്. ഒറിജിനൽ നെക്സോണിനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇടി കിട്ടുന്ന പോലെയാണ് കംപ്ലീറ്റ് പവർ വന്നിരുന്നത്. അത് പിന്നീട് അവർ എല്ലാ മോഡലിലും കുറച്ചൊന്ന് ഡൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും ഡ്രൈവ് മോഡ്സ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ മോഡായിട്ടൊക്കെ വേണമെങ്കിൽ ഫുൾ പെർഫോമൻസ് കിട്ടുന്ന പോലെയൊക്കെ വെക്കാവുന്നതാണ്. പെർഫോമൻസിന് കുറവൊന്നുമില്ല, നല്ല പവറൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ ഇത്രയും പെർഫോമൻസ് നമുക്കൊരു പെട്രോൾ കാറിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു V6 ട്വിൻ ടർബോ ഒക്കെ വേണം. നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇങ്ങനത്തെ റോഡുകളിലൊക്കെ. പക്ഷേ ദെൻ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ദാറ്റ്. ഇറ്റ് ഫീൽസ് ഡിസ്റ്റിങ്റ്റീവ്ലി റിയർ വീൽ ഡ്രിവൺ. നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിലൊക്കെ ആണെങ്കിലും ബാക്കിലത്തെ മോട്ടറാണ് നമ്മൾ പുഷ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫുൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ ഫീൽ ദ ഫ്രണ്ട് മോട്ടോഴ്സ് കിക്കിംഗ് ഇൻ ടു കറക്റ്റ് യു ഔട്ട്. ഡ്രിഫ്റ്റ് മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അഗെയിൻ പ്രോപ്പർലി കാലിബ്രേറ്റഡ് ഒന്നല്ല. ഹാരിയറിനേലും കുറച്ചും കൂടി ബെറ്റർ ആണ്. കുറച്ചും കൂടി ഒന്ന് ESPനെ റിലാക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ് സ്റ്റിൽ സെൻസ് എ ലോട്ട് ഓഫ് പവർ ടു ദ ഫ്രണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ റിയർ വീൽ ഡ്രൈവ് ഡ്രിഫ്റ്റ് ഒന്നും നമുക്ക് അതിൽ കിട്ടുന്നില്ല. ഡൈനമിക്കലി അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഷാസി ഒന്നുമല്ല. യു ക്യാൻ ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ബിറ്റ് ഡിസ്കണക്റ്റഡ് അറ്റ് ടൈംസ്. നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഇത്തിരിയും കൂടിയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും. സ്റ്റിയറിങ്ങിനൊക്കെ കുറച്ചും കൂടി ഒന്ന് ഫീഡ്ബാക്കും ഫീലൊക്കെ വേണമെങ്കിൽ ആവാം. പക്ഷെ എന്നാലും ഇറ്റ്സ് റിയലി കേപ്പബിൾ. ഈ ഒരു പവർ ഈ ഒരു റോഡുകളിൽ ഓൾമോസ്റ്റ് ഒരു
70% ഒക്കെ നമുക്ക് പുട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു വെറ്റ് കണ്ടീഷൻസിൽ പോലും. ആൻഡ് ഇറ്റ്സ് വെരി പ്രഡിക്റ്റബിൾ. നമുക്ക് ബാക്കൊക്കെ നമുക്ക് വളരെ മാനേജബിൾ ആയിട്ടാണ് വരുന്നത്. വണ്ടി റിയർ ബയാസ്ഡ് ആയിട്ട് തോന്നുന്നു, പക്ഷേ എന്നാലും ഇഫ് യു ഗിവ് മോർ ത്രോട്ടിൽ നമുക്ക് ആ ഫ്രണ്ട് നമ്മളെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ സോർട്ട് ഓഫ് ട്വീക്ക് ദ ഡൈനാമിക്സ് എ ലിറ്റിൽ ബിറ്റ് വൈൽ ഡ്രൈവിംഗ്. നമുക്ക് ത്രോട്ടിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഹാൻഡ്ലിംഗ് ആണ്. റിലേറ്റീവ്ലി ന്യൂട്രലാണ്. കുറച്ചും കൂടിയും ഗ്രിപ്പ് ആവാം വേണമെങ്കിൽ ഷാസിക്ക് കുറച്ചും കൂടി നല്ല ഷോക്സും സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറേ കൂടിയും ബെറ്റർ ആയേനെ. അഗെയിൻ യു ഫീൽ ദ വെയിറ്റ് ഓഫ് ദ കാർ. നമുക്ക് ആ ഒരു ഹെവി വണ്ടിയാണ് നമ്മൾ പൈലറ്റ് ചെയ്യുന്നത് എന്നുള്ള പോലത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ട്. ബ്രേക്സ് ആർ അഡിക്വേറ്റ്. ഇപ്പോൾ ഈ ഒരു പോയിന്റിലൊക്കെ നല്ല ബൈറ്റ് ഉണ്ട്. ടയറിൻ്റെ ഗ്രിപ്പ് ഒരു ഇത്രയും കൂടിയും ബെറ്റർ ആവാം. MRFs ആണ് ഈ ഒരു വണ്ടിയിൽ. ഈ ഒരു വെറ്റ് ഗ്രീസി സർഫസ് വെച്ചിട്ട് നമുക്ക് ടയേഴ്സിനെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നില്ല, ഞാൻ ട്രാക്കിൽ ഓടിച്ച സമയത്ത് ഇറ്റ് വാസ് വെരി ഡ്രൈ. എനിക്ക് ഇഷ്ടമാവാത്തത് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ റോഡ് സർഫസ് ഇത്തിരി മോശമായപ്പോഴത്തേക്കും നമുക്ക് ആ ചെറിയ അണ്ടുലേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ ഇത്തിരി ബിസിയാണ് ബാക്കിൽ പ്രത്യേകിച്ചും. ഓൾസോ യു ക്യാൻ ഹിയർ ദാറ്റ് ആ ഒരു സസ്പെൻഷന് ചെറിയൊരു സൗണ്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഗബ്രിയലിൻ്റെ ഷോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. FSD-യാണ് ടാറ്റ പറയുന്നത്. പക്ഷേ റൈഡ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ വൈനിങ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. കുറച്ച് ഹൈ RPM-ലേക്കൊക്കെ സ്പിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇറ്റ്സ് വെരി ഓഡിബിൾ ഇൻസൈഡ് ദ ക്യാബിൻ. അതേപോലെ തന്നെ ജനറലി വിൻ നോയ്സും ടയർ നോയ്സൊക്കെ കുറച്ച് കൂടുതലുണ്ട് സാധാരണ നമ്മൾ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. ഹാരിയറിൻ്റെ റൈഡിൻ്റെ അത്രയൊരു കോസെറ്റിങ് ആ ഒരു ഫീലിംഗ് അല്ല നമുക്ക് ഈ ഒരു വണ്ടിയിൽ. ഇപ്പോൾ ഈ ഒരു ബാഡ് പാച്ചസിലൊക്കെ യു ക്യാൻ ഫീൽ ദാറ്റ് ഒരു ക്യാബിൻ്റെ അകത്തേക്ക് അത് ഫിൽറ്റർ ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു ചെറിയൊരു അണ്ടുലേഷൻസ് ഒക്കെ കുറച്ചൊരു സ്റ്റിഫായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ബാക്ക് എൻഡ്. യൂഷ്വലി ടാറ്റ കുറച്ചും കൂടിയും ആ ഒരു റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല നമുക്ക് തോന്നും. അപ്പോൾ അതൊക്കെയാണ് സിയറ EVയുടെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങളൊരു EV വാങ്ങുകയാണെങ്കിൽ വുഡ് യു കൺസിഡർ ദിസ് ഓർ വുഡ് ഇറ്റ് ബി എനി ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.